ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. ഈ ഗ്രാമം ഒരു കുഗ്രാമമാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് താൻ ഇന്നെങ്ങാനും ഇത് വേഗം പറഞ്ഞു തീർക്കുമോ? അല്ലേ, വേണ്ട. നിങ്ങൾ കാണുന്നതാണ് നല്ലത്. സമയം 6 മണിയായി. സുനി എന്തിയാ? സുനിയണ്ണൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടെ ചോരപ്പുഴ ഒഴുകും. മനുഷ്യന്റെ ജീവനും പോയി. ചോരപ്പുഴ ഒരു തുള്ളി ചോരെങ്കിലും ഇടാൻ നിനക്ക് പറ്റുമോ? അണ്ണൻ്റെ ഒരു ടൂൾ ഇരിപ്പുണ്ട്. ടൂൾ അങ്ങേറെ അപ്പൂപ്പൻ്റെ കാലം തൊട്ടുള്ളയാന്നാ പറഞ്ഞത്. നീ ഊത്ത് വായോ ചോദിക്കാതെ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിച്ചേ അങ്ങോട്ട് ചുമ്മാതെ. നമുക്കേ സുനി ഒന്നും ഇല്ലാലും വേറെ ആളെ സെറ്റ് ചെയ്യാൻ അറിയാം. സെറ്റ് ചെയ്യണോ? ആരാ മനുഷ്യവിടെ ഭ്രാന്ത് പിടിച്ചിടും ചുമ്മാതെ. സുനിയണ്ണൻ ഇങ്ങോട്ട് വരുമെന്ന്. എന്തോന്ന് സുനിയാണ് നീ പറയുന്നത്? ഇങ്ങേരിത് ഇവിടെ പോയി കൊടുക്കും. നിന്റെ സുനി എവിടാ? നേരമായി കണ്ണാടി പൊളി കളിയാ. കണ്ണാടി ഒന്നും വേണ്ട. എന്തോ കയ്യിലിരിക്കുന്നുണ്ട്. ടൂളും തരാനൊക്കത്തില്ല. പിള്ളേർ നേരത്തെ ഷാജിയെ പറ്റി കുറ്റം പറഞ്ഞില്ല. കൂട്ടത്തിലിരിക്കുന്നവൻ പുതിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ആ നടുക്കിരിക്കുന്ന പരുന്തെന്ന് പറഞ്ഞെടുത്തുണ്ട്. അവനെ ഒന്ന് പൂട്ടി കെട്ടണം. ഷാജിയൊക്കെ നമുക്ക് പൂട്ടി കെട്ടാടെ. ഇങ്ങോട്ട് വാ, നീ പൂട്ടി കെട്ടു. അവനെയൊക്കെ പൂട്ടി കെട്ടണം. ഞാൻ നമ്പുവാ. നമ്പിക്കോ? അണ്ണാണ്ട് അവനെ പെരുന്ത് ഷാജി. ഇവനാണ് എന്റെ അപ്പുറത്ത് ഏത്തക്കം പിടിച്ചോണ്ടിരിക്കുന്നവനെ കണ്ടു. നീ കേറിക്കോടാ, നീ കേറിക്കോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ കേറിക്കോ. സുനിയുടെ ധൈര്യത്തിൽ ഞാൻ കേറുവോ? നീ കേറിക്കോടാ, ബാക്കി സുനി നോക്കിക്കോളാം. കേറി പോടാ. പിന്നല്ല, കേറി തകർത്തേക്ക്. നീ അല്ലടാ പരുന്ത് ഷാജി. ആണെങ്കിലോ എന്താ നിനക്കൊരു പുച്ഛഭാവം? സുനിയണ്ടോ ടൂളിങ്. ശരി മോനെ. നല്ല ചുമല ഷർട്ടും പേടിച്ച് കളറും പോയി. എന്താണ് സുനിയണ്ണ, നിങ്ങൾ ഈ പുഴയെന്ന് സ്രാവിനെ പിടിക്കാൻ പോവാണ്? എടാ, ഞാൻ വേണേ ഈ പുഴയെന്ന് സ്രാവിനെ വരെ പിടിക്കും കേട്ടാ. നീ കൂടുതൽ വർത്താനൊന്നും അടിക്കട്ടെ. ഓ, ഇട്ട് നോക്കാം. എന്റെ സുനിയ, നിങ്ങൾ എന്ത് മെനകെട്ട മനുഷ്യനാ. വെള്ളം വിട്ടാൻ കഴിഞ്ഞാൽ മീനെല്ലാം ഓടിപ്പോത്തില്ലേ? നീ ഈ ഇടിവിട്ട സുനിയെ മീൻപിടുത്തം ഒന്നും പഠിപ്പിക്കാൻ വരണ്ട കേട്ടാ. വേണ കേട്ടാ. ഒരു ഇടിവെട്ട സുനി. ഇന്നലെ കൊടകരം കുലിക്കൊരു ഓട്ടോ ഓടിയിട്ട് എന്നെ കൊണ്ടൊന്നും പണയിപ്പിക്കരുത്. എടാ, അടിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വാമപ്പിയാണ്. അതിനു വേണ്ടി ഞാൻ ഓടിയാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോഴൊന്നും നിങ്ങളെ ആരും കണ്ടില്ല. തന്റെ ഒരു ഇടിവെട്ട സുനി. ഞാൻ വല്ല തൊണ്ടുകല്ലാനും കാണാൻ പോടോ. ഇടിവെട്ട സുനി. ഇന്നലെ ഞാൻ അറിഞ്ഞതേ ദിനേശന്റെ കൈക്കും കാലും ഒടിഞ്ഞെന്നാ. അവനല്ലോ അത് കിട്ടണം. അങ്ങേറ്റ് ഒരു മൊണ്ണയാ. നീ വേണേ എന്റെ കൂടെ കുടിക്കൂ. അണ്ണം പൊളിയാ. അവൻ വരുന്നണ്ണ. ദിനേശാ വാ. എന്നെ ഒരുപാടങ്ങ് വരുത്തല്ലേ. ഒന്ന് വരുത്തിയല്ലേ ഇപ്പം. എടാ, എനിക്ക് ഒരു ചാൻസ് കൂടെ. എന്നിട്ട് വേണം എന്റെ മറ്റേ കൈ കൂടി ഈ കല്ലെ പറഞ്ഞു വിട്ടോ മര്യാദക്ക്. താൻ പോടോ. പോ. എടാ ഉണ്ണി, എന്റെ നാട്ടിൽ ഞാൻ മിന്നൽ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഞാൻ പോവാത്തത്.
ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ പൊണ്ടം വയറിനെ കൊണ്ട് നമുക്ക് നടക്കാൻ പോകത്തില്ലെന്ന്. പോടോ, താൻ വേണ്ട പോ. ഉണ്ണി നീയും പോടോ, വേണ്ട വേണ്ട പോ. ഉണ്ണി പ്ലീസ് ഒരു ചാൻസ് കൂടെ കൊടുത്തേക്കാം, പൊട്ടനല്ലേ. പൊട്ടനാന്ന് മനസ്സിലായല്ലോ. ആ, നമുക്ക് വേറെ ആളുണ്ട്. വേറെ ആര്? 6 അടി പൊക്കം, മസിലിനൊത്ത മസിൽ. പിന്നെ ഒന്ന് ഓടാ ഇറക്കാടും നിന്നെ സ്വന്തം പേർ വെച്ച വന്നവനല്ല. തുമ്പി, പൂത്തുമ്പി. അടുത്ത വയ്യാവേലിയൊക്കെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. അടങ്ങിയിരടാ, പഴം കുരുങ്ങും. തന്നെ കൊണ്ട് അതിനെ കൊള്ളത്തുള്ളു. ഇത് വേറെ ആള്. നമുക്ക് വെളിയിൽ നടക്കാം. അണ്ണൻ കൗടങ്ങ എക്സ്പോർട്ട് ഇമ്പോർട്ടിംഗ് ബിസിനസ് ആണെന്നാ പറയുന്നത്. വേണം നമുക്ക് പോയി തിരക്കി നോക്കാം. അണ്ണൻ വന്നാലേ ഷാജിയും പിള്ളേരൊക്കെ ഓടും. ഷാജിയും പിള്ളേരും അങ്ങനെയാണെ വിളി. നടന്നത് തന്നെ വിളിക്കാം. വിളി. അടുത്ത അടികൊള്ളാൻ തയ്യാറായിക്കോ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. മിക്കവാറും ഒരു മൂലയ്ക്ക് മൂഞ്ചിരിക്കത്തേ ഉള്ളൂ. എന്തായാലും തന്നെ പോലെ വയറും പൊക്കി ഓടത്തില്ല. ബാക്കി എന്തായാലും ഒന്ന് പോയി നോക്കാം. കം ഓൺ. ഒന്ന് ഓടി ഒന്ന് താങ്ങടാ ഉണ്ണി. ഞാനിവിടെ വരുന്നേ, പോടേ. ഒന്ന് താങ്ങടേ എന്നെ. അവന്റെ ചൂണ്ട അവന്റെ മാറടാ ഇങ്ങോട്ട്. ഓ യവന്മാര് മാറടാ. പൂത്തുമ്പി വേണ്ട, ഒരു പൂമ്പാറ്റയും വേണ്ട. ഞാൻ തന്നെ പണിക്ക് പോകണോ? അങ്ങനെ എന്താ പോയത്? സ്വന്തം തന്തയാണ് അത്ര പന്നക്കളെ. എന്തോടെ ഇത്ര കലിപ്പ്? ഓ എന്തോ പറയാനാടാ, സീന വീട്ടിലൊക്കെ. അങ്ങനെ 60 ദിവസമായി പണിക്ക് പോകാൻ. ഇനി ഞാൻ പോകണമെന്ന്. ഇതൊക്കെ തന്നെയാടാ വീട്ടിലെ അവസ്ഥ. കഴിഞ്ഞ മാസം അമ്മയുടെ അരിഞ്ഞാൻ വിറ്റിട്ടാ പൈസ ഉണ്ടാക്കിയത്. നിനക്ക് പറയാം, അമ്മൂമ്മയുടെ അരിഞ്ഞാണെങ്കിലും ഉണ്ട്. നമ്മുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പാടെ ഉള്ളത് കറുത്തയാടാ. ഞാനായി അതോ 2 എണ്ണം അമ്മമാരെ പോലുള്ളവരാ നമുക്ക് തലവേദന. ഇങ്ങോട്ട് 2 എണ്ണം കൂടെ. ചാക്കണ്ടില്ലേ, ഞങ്ങൾ പിണ്ണാക്ക് വാങ്ങിക്കാൻ പോയതാ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാം. വേണ്ട നേരത്തെ 2 എണ്ണം വഴക്ക് പറയും. ഞാൻ അണ്ണനവിടെ പശുവിനെ കഴുകി കാണുവാടാ. ആർക്കറിയാം, കഴിയില്ല, നീ തന്നെ കഴിയണം. ഓ എനിക്കങ്ങും വയ്യ, ഇനി നീ കാണിക്കും. എന്തുവാണ് ഇത്ര ദൂരമല്ലേ നീ പിടിച്ചിട്ട്? അമ്മമാർക്ക് വല്ല പണിക്കലും പറ്റും. അതെ, നമ്മളെ പോലെ. അതെ, വീട്ടിൽ പോയി തൊഴുത്ത് കഴിയിക്കോ. എന്തുവാടേ? വാ നമുക്ക് പോവാം. എടാ അഭ്യാസം കാണിക്കണ. ഓ യവൻ എടാ അടങ്ങിയിരടാ, നേരെ നോക്കി പിടിക്കണം. ഓ ഈ പ്രാന്തൻ. ഇതുകൊണ്ടാ അവിടെ 2 അവന്മാരിരിക്കും. നമുക്ക് അണ്ണനെ പറ്റി അവന്മാരാണ് ചോദിച്ചാല്. എടാ വണ്ടിയാ പൊക്കത്ത് നിർത്തടാ. വാ അണ്ണാവെ പറ്റി അവന്മാരോട് തന്നെ ചോദിക്കാം. നിർത്ത്. എവിടെ നോക്കിയാടാ ഓടിക്കുന്നു? അവന്മാരോട് ചോദിക്കാം. നീ ഇറങ്ങണ്ട, എന്നാ ഇറങ്ങാം അങ്ങോട്ട്. എന്നാ വെയിറ്റടാ പോയി. നടന്ന് വാടാ ചോദിച്ചിട്ട് പോകണം. വേതാളത്തിന് എവിടെയും കൊണ്ട് കളയണമല്ല. ഇങ്ങോട്ട് വാ. വേലയും കൂലിയില്ലാത്തവരോട് ചോദിച്ചാൽ വല്ലതും നടക്കൂ. വാടാ, ബാക്കി നമുക്ക് വരുന്നത് വെച്ച് കാണാം. എന്നാ വാ ചോദിക്കാം. ഈ ഊളന്മാരോട് ചോദിക്കാം. അണ്ണനറിയാവോ? എന്തോ മരത്തേക്ക് തണ്ണാനാണോ? നിന്റെ വലുതൊന്നും എൻ്റെ അടുക്ക് ഇറക്കണ്ടാട്ടാ. പൂത്തുമ്പി അണ്ണൻ. പൂത്തുമ്പയാണോ? ഈ വഴി നേരെ പോയാൽ മതി. വിശ്വസിക്കാൻ ഇവൻ നേരെ ഓടിക്കടാ വെള്ളം ചേർക്ക ചുമ്മാ. കണ്ടതാ പൂത്തുമ്പി ആലയം. എടാ ഒതുക്കടേ. ഇതാ പൂത്തുമ്പി കോട്ട. കോട്ടേ താമസിക്കാൻ ഇയാളാ രാജാവാ. കോട്ടയല്ല കോട്ട. എവിടെടാ ഇങ്ങനെ? ഞാൻ പറഞ്ഞു കൗടങ്ങ എക്സ്പോർട്ട് അല്ലേ, ഈസി ആയിരിക്കും.
അവന്റെ പി ഊരിക്ക ഇങ്ങോട്ട്. എടാ ഈ ഒറ്റ ചെറുക്കനെ കൊണ്ടു നടക്കുന്നുണ്ടാ നീ എപ്പോഴും ഇങ്ങനെ തൊലയുന്ന കേട്ടാ. എന്തായാലും നിന്നെ പോലെ പൊക്കളും കുത്തി ഓടത്തില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ എല്ലാം നിന്റെ എവിടെ പോയി കിടക്കുന്നു? ഊത്തുമ്പി അണ്ണോ, ഊത്തുമ്പി ഇച്ചിരി ഉള്ളു. എടാ വാഴക്കകത്തൊന്നും കാണത്തണ്ട, അങ്ങേരെ ഒരു വാഴയുണ്ട്. അണ്ണാ ഊത്തുമ്പി അണ്ണോ അണ്ണോ ഊത്തും ഇതിനകത്ത് കാണും. എന്താന്നാടാ കാണിക്കുന്നത്? ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, ഇതിനകത്തൊക്കെ കാണാൻ. ഇങ്ങോട്ട് വാടാ. നോക്കാം. അങ്ങനെ കിട്ടിയോ? അങ്ങനെ കിട്ടിയോ? പാടം വരുമ്പോ ഒക്കെ അണ്ണന്റെ ഇവൻ എന്തോ ഓ കൊല്ലോടെ നീ. അത് നിന്റെ കടി. പി അവന്റെ പൂ. എന്തോ ഊത്തുമ്പി കിതാർ पुतुम्बी नहीं मालूम, पुतुम्बी नहीं मालूम, पुतुम्बी नहीं मालूम, पुतुम्बी नहीं मालूम. വേറെ ആരുടെ എന്നാ പോയി തല പോ. വാ. ദൈവമേ, കൊണ്ട് ഈ കത്തിയേറ്റ് ലോകത്തമ്മര് വന്നോളൂ. പശുവാണോ കാളയാണോ ഏതായാലും പോയി കറക്കാം. എൻ്റെ അമ്മോ, പാർദേശി പാർദേശി കുനാമലോ, മേരെ പാലസേ മേരെ പാലസേ മേരെ പാലസേ മേരെ പാലസേ. പശുവിന് ഓവർഫ്ലോ ഇട്ടാണോ മൂത്രം പോകുന്നത്? കാടി ഞാൻ പറഞ്ഞു ദൈവം പിന്നെ വിളിക്കാവേ. പൂത്തുമ്പിയാണെന്ന് അറിയോ? കണ്ടക്കി എടാ കണ്ടെങ്കിൽ പറയടേ, അണ്ണ ഒരു ഗോള തൊട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബംഗാളിയെ കണ്ടില്ലായിരുന്നു, ഒരു പശുവിനെ കിടക്കുന്നത്. അതാ അങ്ങേര്. അയാളാ